കണ്ണൂർ തളിപ്പറമ്പ് തീപിടുത്തത്തിൽ സംയുക്ത പരിശോധന നടത്തി. തീപിടുത്തത്തിന്റെ കാരണം കണ്ടെത്താനാണ് പരിശോധന. നഷ്ടം കണക്കാക്കാനുള്ള റവന്യൂ നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. കെട്ടിട ഉടമയുടെ പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തു. 50 കോടിയുടെ നഷ്ടമുണ്ടായതായി ഈ പരാതിയിൽ പറയുന്നുണ്ട്. കച്ചവടത്തിരക്കിൽ മുഴുകേണ്ടിയിരുന്ന 40 വ്യാപാര സ്ഥാപനങ്ങൾ അഗ്നി വിഴുങ്ങി മണിക്കൂറുകൾക്കിപ്പുറം കെട്ടിടഭാഗങ്ങളും കടയ്ക്കുള്ളിലെ സാധനങ്ങളുമടക്കം ചാരമായി മാറിയ ദയനീയ കാഴ്ച. ഞങ്ങൾക്ക് ഒരു കടകൾ പൂർണ്ണമായിട്ട് കത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള കടകൾ വെള്ളമടിച്ചിട്ട് ഈ മേലയിൽ തീ പിടിച്ചുകൊണ്ട് വെള്ളമടിച്ച് താഴെയുള്ള കടകളെല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ വലിയ സങ്കടം വെച്ചാൽ ഞങ്ങളെ കടയിൽ നിന്നുള്ള കളക്ഷനും കൂടി ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ആ ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്ന് വെച്ചാൽ ആ സമയത്ത് എല്ലാവരും ഈ തീ പടർന്ന് മേലെ നിന്ന് ഗ്ലാസ് പൊട്ടി പോകാൻ തുടങ്ങിയവർ എല്ലാവരും ഓടിക്കളഞ്ഞു. അതുകൊണ്ട് നഷ്ടം എത്രയാണെന്ന് ഞങ്ങൾക്ക് ഊഹിക്കാൻ കൂടി കഴിയുന്നില്ല. 92 മുറികളിലായി പ്രവർത്തിച്ച 40 സ്ഥാപനങ്ങളാണ് പൂർണ്ണമായും കത്തി നശിച്ചത്. സമീപത്ത് ഭാഗികമായി കത്തിയ കെട്ടിടങ്ങളും അവയ്ക്കുള്ളിൽ വെള്ളം നനഞ്ഞു നശിച്ച വസ്ത്രങ്ങളും ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളും വേറെയും. ഏറ്റവും കൂടുതൽ നഷ്ടമുണ്ടായത് ഷാലിമാർ എന്ന കടയ്ക്ക്. ഡിസ്പ്ലേ മുറികളും സ്റ്റോറും ഉൾപ്പെടെ 28 മുറികൾ തീ വിഴുങ്ങി. 40 വർഷമായി തളിപ്പറമ്പിൽ പ്രവർത്തിക്കുന്ന ഷാലിമാർ നാമാവശേഷമായപ്പോൾ പ്രതിസന്ധിയിലായത് 30ഓളം തൊഴിലാളികൾ കൂടിയാണ്. സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ ഭിന്നശേഷിക്കാർക്ക് തൊഴിൽ നൽകുന്നത് പ്രഥമ പരിഗണനയായി കാണുന്ന സ്ഥാപനം കൂടിയാണ് ഷാലിമാർ. ഏകദേശം 22 റൂം വരണം. 10-20 സ്റ്റാഫ് നല്ല റെഡിയിലുണ്ടാവും. നമ്മളെ വാപ്പുള്ളപ്പോൾ ഒരാളുണ്ടായിരുന്നു. പിന്നെ ശേഷം ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നു. നമ്മളെ ബ്രദർ ഇപ്പം 1 വർഷം മുമ്പ് പോയി. നിങ്ങൾ എന്നെ കണ്ടാൽ മനസ്സിലാവില്ല അത്രയും നല്ല സ്റ്റോക്കുള്ളതാണ്. നമ്മളതിൻ്റെ കണക്കെല്ലാം നോക്കി വരുന്നേ ഉള്ളൂ. തകർന്ന കെട്ടിടത്തിന് മുന്നിൽ കണ്ണീരോടെ നിൽക്കുന്ന തമിഴ്നാട് സേലം സ്വദേശികളായ സുബ്രഹ്മണ്യൻ പക്ഷിയമ്മ ദമ്പതികൾക്ക് നഷ്ടമായത് താൽക്കാലിക കിടപ്പാടവും ഭിക്ഷയെടുത്ത് കിട്ടിയ 5000 രൂപയുമാണ്. ഇവർ രാത്രിയിൽ ഉറങ്ങിയിരുന്നത് കത്തിയ കടകളിലൊന്നിന്റെ വരാന്തയിലായിരുന്നു. ഈ കടയ്ക്കകത്തായിരുന്നു ഇവരുടെ ബാഗ് സൂക്ഷിച്ചിരുന്നത്. മറ്റൊരു വസ്ത്രം മാറി ധരിക്കാൻ പോലുമില്ലെന്ന് സങ്കടം പറയുന്നു ഇവർ. 10 நாளாவது அதுக்கு முன்னே வருவோம். இங்கே தான் வந்து இருந்தோம், போனோம். 5000 பணம் வச்சுருந்தேன். சில்லறை காசு 5 ரூபா பேர மக்களுக்கு கொடுக்கணும்னு ஒரு 500 ரூபா வச்சுருந்தேன். ஊருக்கு நீங்கள் போகலான்னு பார்த்தாலும் ஒன்றும் வாங்கி சாமி. പോലീസ്, ഫോറൻസിക്, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, ഫയർഫോഴ്സ് വകുപ്പുകൾ സ്ഥലത്ത് പരിശോധന നടത്തി. നഷ്ടപരിഹാരം നിശ്ചയിക്കാൻ റവന്യൂ വകുപ്പിന്റെ കണക്കെടുപ്പും ആരംഭിച്ചു. നഷ്ടപരിഹാരം വേഗം ലഭ്യമാക്കണമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ആവശ്യപ്പെട്ടു. വലിയ നാശനഷ്ടങ്ങൾ ആണ് ഉണ്ടായിട്ടുള്ളത്. മനസ്സിൻ്റെ വേദന ഇതെല്ലാം വളരെ വലുതാണ്. ഗവൺമെൻറ് ഈ കാര്യത്തിൽ അടിയന്തര സഹായം എത്തിക്കണം. കെട്ടിട ഉടമ മുഹമ്മദ് റിഷാദ് PP യുടെ പരാതിയിൽ തളിപ്പറമ്പ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ന്യൂസ് മലയാളം, കണ്ണൂർ.